ഇക്വിലിബ്രിയം. ഇവിടെ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ, രണ്ടാമത്തത് റിവേഴ്സിബിൾ റിയാക്ഷൻ. നമുക്കറിയാം റിയാക്റ്റൻസ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ്, അതാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് കൺവേർട്ടഡ് ടു റിയാക്റ്റൻ, അതിനെയാണ് നമ്മൾ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ ഒരു ഡിറക്ഷനിലേക്ക് മാത്രമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ ഈസ് കോൾഡ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. ഇനി റിയാക്ഷൻ രണ്ട് സൈഡിലേക്കും ഈക്വലി നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ബോത്ത് ഡിറക്ഷൻ ഈസ് കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. Example for irreversible reaction, NaOH plus HCl gives NaCl plus H2O. Reactants product ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഫോർവേഡ് റിയാക്ഷൻ മാത്രമാണ് നടക്കുന്നത്. സെക്കൻഡ് വൺ, N2 plus 3H2 gives 2NH3. അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, പ്രൊഡക്റ്റ് വീണ്ടും ഡിസോസിയേറ്റ് ചെയ്തിട്ട് റിയാക്റ്റൻറ്റ് ഫോം ചെയ്യാം. അതായത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് പോസിബിൾ ആണ്. അതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇങ്ങനെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ നടക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അങ്ങനെയുള്ള ആ സിറ്റുവേഷനിൽ നമുക്ക് പറയാം ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തി. ദാറ്റ് റിയാക്ഷൻ അറ്റൈൻസ് ഇക്വിലിബ്രിയം. സോ വാട്ട് ഈസ് ഇക്വിലിബ്രിയം? It is a state in which the rate of forward reaction is equal to the rate of backward reaction. Reactants product ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും, പ്രോഡക്ട്സ് എന്താണ് ഡിസോസിയേറ്റ് ചെയ്ത് റിയാക്റ്റൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിൽ വെച്ചിട്ട് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നേയില്ല, റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ ടെമ്പറേച്ചറും പ്രഷറിനും ഒന്നും ഒരു മാറ്റമില്ല. എത്ര സമയം കഴിഞ്ഞാലും ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാതെ നിൽക്കും. ഫിസിക്കൽ പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇക്വിലിബ്രിയത്തിനെ നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം ഇൻവോൾവ്സ് ഫിസിക്കൽ പ്രോസസ് ഈസ് കോൾഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. എക്സാമ്പിൾ മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ എക്സെട്ര. കെമിക്കൽ പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇക്വിലിബ്രിയമാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇവിടെ ഒരു ജനറൽ റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. A+B gives C+D. A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻസ് ആണ്, C+D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്ട്സ് ആണ്. ഇനീഷ്യലി A+Bയുടെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ, എന്നിട്ട് ഈ A+B റിയാക്ട് ചെയ്തിട്ട് C+D പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ A+B കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും, C+Dയുടെ കോൺസെൻട്രേഷൻ കൂടി വരും. ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും ഈക്വലായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ആ ഒരു പ്രോസസ്സ് ഈക്വിലിബ്രിയത്തിൽ എത്തി എന്ന്. At equilibrium, rate of forward reaction is equal to rate of backward reaction. That means RF is equal to RB. ഇനി അയോൺസ് ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് അയോൺസ് ഇൻ അക്വ സൊല്യൂഷൻ ഈസ് നോൺ ആസ് അയോണിക് ഇക്വിലിബ്രിയം. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൻ ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റിയാക്ഷൻസ് ബിക്കം ഈക്വൽ, ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് ദ സ്റ്റേജ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ RF ഇസ് ഇക്വൽ ടു RB. ഏത് ഇക്വിലിബ്രിയം ആയാലും RF ഇസ് ഇക്വൽ ടു RB ആണ്. ഇനി ഈ ഇക്വിലിബ്രിയത്തിലുണ്ടാവുന്ന റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം മിക്സ്ചർ. അതായത് ഇക്വിലിബ്രിയത്തിൽ റിയാക്റ്റൻസും ഉണ്ടാവും, പ്രോഡക്ട്സും ഉണ്ടാവും. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ റേറ്റിൽ നടക്കുമ്പോൾ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മിക്സ്ചർ ഉണ്ടാവുക. അതിനെയാണ് പറയുന്നത് ഇക്വിലിബ്രിയം മിക്സ്ചർ. നെക്സ്റ്റ് ഈസ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഒരു ജനറൽ റിയാക്ഷൻ നോക്കാം. A+B gives C+D, അല്ലെങ്കിൽ A plus B gives C plus D. ഇതിൽ സ്മോൾ ലെറ്റർ A, B, C, D എന്ന് പറയുന്നത് സ്റ്റോക്യോമെട്രിക് കോഎഫിഷ്യൻസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആണ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക. പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ സിയുടെയും ഡിയുടെയും കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം C⁻⁶ ഇൻറ്റു D⁻D ഡിവൈഡഡ് ബൈ
പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബിയുടെ കോൺസെൻട്രേഷൻ. സോ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ എഴുതുമ്പോൾ ഓരോ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഏത് ഫേസിലാണെന്ന് കാണിക്കും. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നത് സോളിഡ് ഫേസിലാണെങ്കിൽ എയുടെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എസ് എന്ന് കാണിക്കും. ബി ലിക്വിഡ് ഫേസിലാണെങ്കിൽ ബിയുടെ താഴെ നമ്മൾ എൽ എന്ന് കാണിക്കും. ദെൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് സ്മോൾ ജി എന്ന് കാണിക്കും. So molar concentration of C raised to C into molar concentration of D raised to D divided by molar concentration of A raised to A into molar concentration of B raised to B is equal to a constant. ഇവിടെ കിട്ടിയ ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Kc. C എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ ആണ്. ഇനി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്ന് പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ഓർ ഇക്വിലിബ്രിയം ലോ. സോ വാട്ട് ഈസ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ഓർ ഇക്വിലിബ്രിയം ലോ? At a given temperature, the product of concentration of the products raised to the power of stoichiometric coefficient in the balanced chemical equation divided by the product of concentration of reactants raised to the power of individual stoichiometric coefficients has a constant value. This law is known as law of chemical equilibrium or equilibrium law. ഒരു എക്സാമ്പിൾ നോക്കാം. H2 + I2 gives 2HI. ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. ഇവിടെ ഓരോന്നിൻ്റെയും ഫേസ് കാണിച്ചിട്ടുണ്ട്. ഗേഷ്യസ് ഫേസ് ആണ്. ഇവിടെ റിയാക്റ്റൻസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആൻഡ് അയോഡിൻ, അതുപോലെ തന്നെ ഹൈഡ്രജൻ അയോഡൈഡ്, ഇത് രണ്ടും ഈക്വൽ കോൺസെൻട്രേഷനാണ്. ആ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം മിക്സ്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എഴുതുമ്പോൾ എന്ത് വരും? പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI ആണ്. റേസ്ഡ് ടു ദി പവർ ഓഫ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്, അതിൻ്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് പവറായിട്ട് എഴുതണം. സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ്ഡ് ടു ദി പവർ ഓഫ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ റിയാക്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും അയോഡിനും. സോ കോൺസെൻട്രേഷൻ ഓഫ് H2 ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് I2. അവിടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1 ആണ്, അത് കാണിക്കേണ്ട കാര്യമില്ല. സോ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു I2. സോ Kc ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2. ഇനി ഇതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ എഴുതാം. 2HI gives H2 + I2. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുമ്പോൾ Kc ഡാഷ് എന്നെടുക്കാം. ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ Kcയുടെ ഇൻവേഴ്സ് ആണ്. സോ Kc ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1/Kc എന്ന് എഴുതാം. So equilibrium constant for the reverse reaction is the inverse of equilibrium constant for the reaction in forward direction. ജനറലി പറയുകയാണെങ്കിൽ AA + BB gives CC + DD is equal to അതിൻ്റെ Kc ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ CC + DD gives AA + BB. അതിൻ്റെ ആണെങ്കിൽ 1/Kc വരും, അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ ഇൻവേഴ്സ്. ഇനി നമ്മൾ ഈ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനെ ത്രൂ ഔട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, സ്മോൾ ലെറ്റർ n. സോ NAA + NBB gives NCC + NDD. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് വരും Kc⁻n എന്ന് വരും. ഇപ്പോൾ ത്രൂ ഔട്ട് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? Kc⁻2 എന്ന് കിട്ടും. Kc റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 4NH3 + 5O2 gives 4NO + 6H2O. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ Kc. നമുക്കറിയാം Kc ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. So Kc is equal to concentration of NO raised to 4
into concentration of H2O raised to 6 divided by concentration of NH3 raised to 4 into concentration of O2 raised to 5. Second one, Ag2O plus 2HNO3 gives 2AgNO3 plus H2O. Kc is equal to product of concentration of product divided by product of concentration of reactants. So concentration of AgNO3 square, stoichiometric coefficient, into H2O divided by concentration of HNO3 square into concentration of Ag2O. ഇങ്ങനെ വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ 1 ആണ്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഇവിടെ എന്താണ്, Ag2O സോളിഡ് ആണ്, അതുപോലെ തന്നെ H2O ലിക്വിഡ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ 1 ആയിട്ട് എടുത്താൽ മതി. സോ Kc ഈസ് ഈക്വൽ ടു എന്ത് വരും, AgNO3 സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HNO3 സ്ക്വയർ. നെക്സ്റ്റ് വൺ, write the expression for equilibrium constant Kc for the following equilibrium. CuSO4 5H2O solid gives CuSO4 3H2O solid plus 2H2O gas. നമുക്കറിയാം സോളിഡിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ എപ്പോഴും 1 ആണ്. സോ ഹിയർ Kc is equal to concentration of CuSO4 3H2O solid into concentration of H2O square divided by concentration of CuSO4 5H2O solid ആണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഈ CuSO4 5H2Oൻ്റെയും CuSO4 3H2Oൻ്റെയും കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് എടുക്കും. സോ Kc is equal to molar concentration of H2O square. Then homogeneous and heterogeneous equilibrium. ഇത് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോമോജീനസ് ആൻഡ് ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനിൽ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒരേ ഫേസിലാണെങ്കിൽ അതിനെയാണ് ഹോമോജീനസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം റിയാക്ഷനിൽ റിയാക്റ്റൻസും പ്രോഡക്ട്സും എന്തെടുത്താലും അതൊക്കെ ഡിഫറെൻറ്റ് ഫേസസിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. An equilibrium reaction in which all the reactants and products are in same phase, then it is known as homogeneous equilibrium. Example, N2 gas plus 3H2 gas gives 2NH3 gas. എല്ലാം gaseous സ്റ്റേറ്റിലാണ്. Then equilibrium reaction in which all the reactants and products are in different phases, അതായത് more than one phase exist ചെയ്യും, അതിനെയാണ് heterogeneous equilibrium എന്ന് പറയുന്നത്. Example, CaCO3 solid gives CaO solid plus CO2 gas. സോളിഡും ഗ്യാസും രണ്ട് ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റംസ്. നമ്മളൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ എടുക്കുകയാണ്, അതിൽ എല്ലാ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗേഷ്യസ് ഫേസിലാണ്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് പ്രഷറിലാണ്. ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസിൻ്റെയും പ്രഷർ, അതായത് പാർഷ്യൽ പ്രഷറിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. H2 ഗ്യാസ് പ്ലസ് I2 ഗ്യാസ് ഗിവ്സ് 2HI ഗ്യാസ്. Kc ഈസ് ഈക്വൽ ടു എന്ത് വരും, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2, അതായത് പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്റ്റും ഒക്കെ ഗേഷ്യസ് ഫേസിലായതുകൊണ്ട് നമ്മൾ പാർഷ്യൽ പ്രഷറിലാണ് മോളാർ കോൺസെൻട്രേഷൻ എടുക്കുന്നത്. സോ എല്ലാ കോൺസെൻട്രേഷൻ ടേംസും മാറ്റി എന്താക്കണം, പാർഷ്യൽ പ്രഷർ ടേംസിലേക്ക് ആക്കണം. സോ Kc മാറ്റി നമ്മളവിടെ Kp ആക്കും. Kp ഈസ് ഈക്വൽ ടു ദെൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI സ്ക്വയർ മാറ്റി നമ്മൾ എന്താക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് HI സ്ക്വയർ PHI സ്ക്വയർ ആക്കും, ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2 മാറ്റി നമ്മൾ PH2 ഇൻറ്റു PI2 ആക്കും. ഇവിടെ എടുത്തിട്ടുള്ള ഈ Kp ആണ് നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. നെക്സ്റ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ Kc ആൻഡ് Kp. ഒരു ജനറൽ റിയാക്ഷൻ നോക്കാം. AA പ്ലസ് BB ഗിവ്സ് CC പ്ലസ് DD. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ത് വരും, Kc ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C raised to C, molar concentration of D raised to D divided by molar concentration of A raised to A into molar concentration of B raised to B. ഇനി equilibrium constant in terms of partial pressure. Kp is equal to എന്ത് വരും, PC raised to C into PD raised to D divided by PA raised to A into PB raised to B. Kc ഇക്വേഷൻ 1 ആയിട്ടും Kp ഇക്വേഷൻ 2 ആയിട്ടും എടുക്കാം. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം, PV is equal to nRT.
പി ഇസ് ഈക്വൽ ടു എന്ത് വരും? എൻ ബൈ വി ആർ ടി. ഇതിൽ ഈ എൻ ബൈ വി നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, സി, കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ്. സോ പി ഇസ് ഈക്വൽ ടു നമുക്ക് സി ആർ ടി എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഇൻറ്റു ആർ ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പി എ ഇസ് ഈക്വൽ ടു എന്ത് വരും? സി എ ആർ ടി. പി ബി ഇസ് ഈക്വൽ ടു സി ബി ആർ ടി. പി സി ഇസ് ഈക്വൽ ടു സി സി ആർ ടി. പി ഡി ഇസ് ഈക്വൽ ടു സി ഡി ആർ ടി എന്ന് വരും. ഈ കിട്ടിയിട്ടുള്ള പി എ, പി ബി, പി സി ആൻഡ് പി ഡി വാല്യൂസ് നമ്മൾ ഇക്വേഷൻ 2, അതായത് കെ പിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ കെ പി ഇസ് ഈക്വൽ ടു നമുക്കറിയാം പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി. സോ പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി ആർ ടി. സോ സി സി ആർ ടി റേസ് ടു സി ഇൻറ്റു സി ഡി ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ ആർ ടി റേസ് ടു എ ഇൻറ്റു സി ബി ആർ ടി റേസ് ടു ബി എന്ന് കിട്ടും. ഇനി ഈ ആർ ടി കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്ത് നമ്മൾ എന്ത് എഴുതും? കെ പി ഇസ് ഈക്വൽ ടു സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതും. ഓർ കെ പി ഇസ് ഈക്വൽ ടു സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ഇവിടുത്തെ സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെ സി ആണ്. ഇവിടെ ഈ എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും സ്റ്റോക്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആണ്. സോ ഇവിടുത്തെ ഈ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ് ആണ്. ഇതിന് നമുക്ക് ഡെൽറ്റ എൻ, അതായത് നമ്പർ ഓഫ് മോൾസിൻ്റെ ചേഞ്ച് ഡെൽറ്റ എൻ എന്നെടുക്കാം. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പി മൈനസ് എൻ ആർ. സോ കെ പി ഇസ് ഈക്വൽ ടു നമുക്കറിയാം സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി ആണ്. സോ കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്ന് വരും. ഇനി ഡെൽറ്റ എൻ വാല്യൂം കെ പി കെ സി റിലേഷനും നമുക്ക് നോക്കാം. ഇഫ് ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു 0 എന്ത് വരും? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു 0 വരും. ഏതിൻ്റെ കൂടെ റേസ് ടു 0 വന്നാലും അതിൻ്റെ വാല്യൂ 1 ആണ്. സോ കെ പി ഇസ് ഈക്വൽ ടു കെ സി എന്ന് വരും. ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? കെ പി ഗ്രേറ്റർ ദാൻ കെ സി വരും. ഡെൽറ്റ എൻ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ കെ പി ലെസ് ദാൻ കെ സി വരും. ദെൻ ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ പി ഫോർ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം. NOCl gaseous gives 2NO gaseous plus Cl2 gaseous. Kp is equal to എന്താണ്? പ്രോഡക്റ്റ് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റൻസ്. സോ Kp is equal to PNO square into PCl2 divided by PNOCl square. Next question. CaCO3 solid gives CaO solid plus CO2 gas. Write down the expression for Kp. Kp is equal to PCaO solid into PCO2 gas divided by PCaCO3 solid. സോളിഡിന് പാർഷ്യൽ പ്രഷർ ഒന്നുമില്ല, സോ സോളിഡ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ. സോ Kp is equal to നമുക്ക് PCO2 എന്ന് കിട്ടും. ദെൻ അതിൽ തന്നെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Kp ആൻഡ് Kc ഇൻ ദിസ് റിയാക്ഷൻ. നമുക്കറിയാം Kp is equal to Kc RT raised to ഡെൽറ്റ എൻ. ഇവിടെ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റ എൻ എന്ത് കിട്ടും? സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ഇവിടെ CaOയുടെ സ്റ്റോക്യോമെട്രിക് കോഎഫിഷ്യൻ 1 ആണ്, CO2വിൻ്റെ സ്റ്റോക്യോമെട്രിക് കോഎഫിഷ്യൻ 1 ആണ്. സോ സി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ 1 + 1 2 മൈനസ് എ പ്ലസ് ബി. ആകെ ഒരു റിയാക്റ്റിൻ്റെ ഉള്ളൂ, അതിൻ്റെ സ്റ്റോക്യോമെട്രിക് കോഎഫിഷ്യൻ 1 ആണ്. സോ 2 - 1 = 1. ഡെൽറ്റ എൻ = 1 കിട്ടും. സോ Kp is equal to Kc RT raised to 1. അത് പറഞ്ഞു കഴിഞ്ഞാൽ Kc RT. Characteristics of equilibrium constant. First one, the value of equilibrium constant is independent of initial concentration of reactants and products.
Second one, the value of equilibrium constant depends on temperature. Third one, equilibrium constant for the reverse reaction is the reciprocal of that of forward reaction. Kc dash is equal to 1 by Kc. Fourth one, A gives B. Kc is equal to K. അങ്ങനെയാണെങ്കിൽ എയും ബിയും എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ എ ഗീവ്സ് എൻ ബി. സോ കെ സി ഇസ് ഈക്വൽ ടു കെ റേസ് ടു എൻ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് എ ക്ലാസ് റൂം ഡിസ്കഷൻ one of your friends argues that equilibrium constant is not altered with change in temperature. What is your view towards this argument? Justify. ആർഗ്യുമെൻ്റ് തെറ്റാണ്. ആർഗ്യുമെൻ്റ് ഈസ് റോങ്. കാരണം എന്താണ്? ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ ആൾട്ടർ ചെയ്യും. ദ ഓൺലി തിങ് ദാറ്റ് ചേഞ്ചസ് ആൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. Next one, 4NH3 plus 5O2 gives 4NO2 plus 6H2O. Write the expression for equilibrium constant Kc for the above equilibrium. What happens to Kc if the balanced equation is multiplied throughout by a factor of 2? Kc is equal to concentration of NO2 raised to 4 divided by concentration of NH3 raised to 4 into concentration of O2 raised to 5. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് H2O ഇസ് ഈക്വൽ ടു 1 ആണ്, കാരണം ലിക്വിഡാണ്. ഇനി ത്രൂ ഔട്ട് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കെ സി മാറുക എന്നാണ് ചോദിച്ചത്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഏതൊരു ഇക്വേഷനായാലും ത്രൂ ഔട്ട് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെ സി ഇസ് ഈക്വൽ ടു കെ റേസ് ടു എൻ ആവും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതിയൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി ഡാഷ് കിട്ടും. കെ സി ഡാഷ് ഇസ് ഈക്വൽ ടു കെ സി റേസ് ടു 2 കിട്ടും. Next is applications of equilibrium constant. First one, prediction of extent of reaction. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് നമുക്കൊരു റിയാക്ഷൻ കംപ്ലീറ്റ് ആവുമോ അതോ കംപ്ലീറ്റ് ആയില്ലേ റെയർ ആയിട്ടാണോ നടക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ സി ഇസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ട്സ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്റ്റൻ. അതായത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ കെ സി വാല്യൂ കൂടുതലായിരിക്കും. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതലെങ്കിൽ കെ സി വാല്യൂ കുറവായിരിക്കും. ഇഫ് കെ സി ഈസ് വെരി ലാർജ്, ദാറ്റ് മീൻസ് കെ സി ഗ്രേറ്റർ ദാൻ 10⁻³ then reaction proceeds nearly to completion. That means products predominate. Products predominate ചെയ്യാന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. If Kc value is very small, that means Kc less than 10⁻³ then reaction proceeds rarely. That means reactants predominate ചെയ്യും. റിയാക്റ്റൻറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ അവിടെ റിയാക്ഷൻ നടന്നിട്ടേ ഉണ്ടാവില്ല. റിയാക്റ്റൻസ് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല. ഓക്കെ. If the value of Kc is in between 10⁻³ and 10⁻³ then appreciable concentration of reactants and products are present. ഇപ്പോൾ പറഞ്ഞതാണ് ഇവിടെ ആരോട്ട് കാണിച്ചിരിക്കുന്നത്. 10⁻³ കൂടുതലാണെങ്കിൽ പ്രോഡക്ട്സ് പ്രിഡോമിനേറ്റ് ചെയ്യും. 10⁻³ കുറവാണെങ്കിൽ റിയാക്റ്റൻസ് പ്രിഡോമിനേറ്റ് ചെയ്യും. 10⁻³ 10⁻³ ഇടയിലാണെങ്കിൽ പ്രോഡക്ട്സും റിയാക്റ്റൻസും പ്രസൻ്റ് ആയിരിക്കും. അതായത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഹൈ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് സജസ്റ്റ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇൻ ദ ഇക്വിലിബ്രിയം മിക്സ്ചർ. തെറ്റാണ്. കാരണം എന്താണ്? കെ സി വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുക. റിയാക്ഷൻ നിയർലി ടു കംപ്ലീഷൻ ആയിരിക്കും. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ഫോൾസ്. ഇഫ് കെ സി ഈസ് വെരി ലാർജ്, ദാറ്റ് മീൻസ് കെ സി ഗ്രേറ്റർ ദാൻ 10⁻³ പ്രോഡക്ട്സ് പ്രിഡോമിനേറ്റ്. ദാറ്റ് മീൻസ് റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ. സെക്കൻഡ് ആപ്ലിക്കേഷൻ, പ്രഡിക്ഷൻ ഓഫ് ഡിറക്ഷൻ ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ ഫോർവേഡ് ഡിറക്ഷനിലേക്കാണോ പ്രൊസീഡ് ചെയ്യുന്നത്, ബാക്ക്വേർഡ് ഡിറക്ഷനിലേക്കാണോ പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത് കെ സി വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ഡിറക്ഷൻ ഓഫ് റിയാക്ഷൻ അറ്റ് എ സർട്ടൻ ടൈം വി കാൽക്കുലേറ്റ് ദ റിയാക്ഷൻ കോഷ്യൻറ്റ് Q. Qc എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ആൻഡ് Qp എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യൻ ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. Kc ആൻഡ് Qc വാല്യൂ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറക്ഷൻ ഓഫ് റിയാക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും.
ഈ QC എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് KC പോലെ തന്നെയാണ്. പക്ഷേ KC നമ്മൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് എടുക്കുന്നത്. പക്ഷേ QC നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ വേണമെന്ന് നിർബന്ധമില്ല. A plus B gives C plus DD. QC is equal to C raised to C into D raised to D divided by A raised to A into B raised to B. If QC greater than KC, അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് റിയാക്റ്റൻറ്റിൻ്റെ ഡിറക്ഷനിലേക്കായിരിക്കും. അതായത് റിയാക്ഷൻ ബാക്ക്വേർഡ് ആയിരിക്കും നടക്കുന്നത്, റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഇനി QC ലെസ് ദാൻ KC ആണെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സിൻ്റെ ഡിറക്ഷനിലേക്കാണ് റിയാക്ഷൻ നടക്കുക, അതായത് ഫോർവേഡ് ഡിറക്ഷനിലേക്ക്. ഇഫ് QC ഈസ് ഈക്വൽ ടു KC, ദ റിയാക്ഷൻ മിക്സ്ചർ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് എ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ? QC ലെസ് ദാൻ KC, QC greater than KC, QC is equal to KC, QC is equal to 1/KC. നമുക്കറിയാം QC ലെസ് ദാൻ KC ആകുമ്പോഴാണ് ഫോർവേഡ് ഡിറക്ഷനിലേക്ക് നടക്കുക. വേറൊരു ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് യൂസ്ഫുൾ ടു പ്രെഡിക്റ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ഡിറക്ഷൻ ഓഫ് റിയാക്ഷൻ. എക്സ്പ്ലെയിൻ. നേരത്തെ പറഞ്ഞ ആ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഒരു പ്രോബ്ലം. 2NOCl gives 2NO plus Cl2. The value of Kp is equal to 1.8 into 10 raised to minus 2 at 500 K. Calculate Kc for this reaction at the same temperature. നമുക്കറിയാം Kp is equal to Kc RT raised to delta N. Kc ആണ് കാണേണ്ടതെങ്കിൽ Kp divided by RT raised to delta N. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0821 ആണ്. T is equal to 500 Kelvin, Kp is equal to 1.8 into 10 raised to minus 2. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്യോമെട്രിക് കോഎഫിഷ്യൻസിൻ്റെ സം മൈനസ് റിയാക്റ്റൻസിൻ്റെ സ്റ്റോക്യോമെട്രിക് കോഎഫിഷ്യൻസിൻ്റെ സം. സോ C plus D minus A plus B. C plus D എന്ന് പറയുമ്പോൾ 2 plus 1 minus A plus B 2. That's equal to 1. K is equal to molar concentration of NO square into concentration of Cl2 divided by concentration of NaNOCl square. Kc is equal to Kp divided by RT raised to delta N is equal to 1.8 into 10 raised to minus 2 divided by 0.0821 into 500 raised to 1 equal to 1.8 into 10 raised to minus 2 divided by 0.0821 into 5 into 10 raised to 2. That's equal to 4.3 into 10 raised to minus. Relationship between equilibrium constant K, reaction quotient Q and Gibbs energy G. തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഡെൽറ്റ G ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ G ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഡെൽറ്റ G ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ റിയാക്ഷൻ അച്ചീവ്ഡ് ഇക്വിലിബ്രിയം. At equilibrium, reaction quotient Qc is equal to equilibrium constant Kc. Gibbs free energy change നമുക്കറിയാം ഡെൽറ്റ G is equal to ഡെൽറ്റ G0 plus RT ln K. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ G 0 ആണ്. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ G0 plus RT ln K is equal to എന്ത് വരും? 0 വരും. ഡെൽറ്റ G0 is equal to എന്ത് വരും? നെഗറ്റീവ് RT ln K വരും. സോ ln K is equal to മൈനസ് ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ RT എന്ന് വരും. രണ്ട് സൈഡിലും ആൻറ്റി ലോഗ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും K ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ RT. ഇവിടെ ഡെൽറ്റ G0യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇ റേസ് ടു മൈനസ് ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ RT ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ K വാല്യൂം ലെസ് ദാൻ 1 ആയിരിക്കും. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇനി ഡെൽറ്റ G0യുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ G0 വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ ഇ റേസ് ടു മൈനസ് ഡെൽറ്റ G0 ബൈ RT അത് മൈനസ് മൈനസ് പോസിറ്റീവ് ആവും. ഇ റേസ് ടു ഡെൽറ്റ G0 ഡിവൈഡ് ബൈ RT ആവും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ K ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെയുള്ള റിയാക്ഷൻസ് സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഒരു കെമിക്കൽ സിന്തസിസ് എങ്ങനെയായിരിക്കണം? മാക്സിമം റിയാക്റ്റൻസിനെ കൺവേർട്ട് ചെയ്തിട്ട് പ്രോഡക്റ്റായിട്ട് മാറ്റണം.
മിനിമം എനർജിയാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഒരു കെമിക്കൽ സിന്തസിസ് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ചില സമയത്ത് ചില ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ മാക്സിമം റിയാക്റ്റൻസിനെ നമുക്ക് പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെറിയ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസിൽ ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരും. ഇക്വിലിബ്രിയം എത്തുമ്പോൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസിൽ ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരും. ഈ ടെമ്പറേച്ചറിലും പ്രഷറിലും കോൺസെൻട്രേഷനിലും ഒക്കെ വരുത്തുന്ന ചേഞ്ച് എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം ആർ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, pressure and catalyst. The effect of these factors on equilibrium state can be explained by using a principle that is known as Le-Chatelier principle. കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സമയമാണ്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ റേറ്റിൽ നടക്കുന്ന സമയമാണ്. റിയാക്റ്റൻസിൻ്റെ എമൗണ്ടും പ്രോഡക്ട്സിൻ്റെ എമൗണ്ടും ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ പ്രഷറോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. ഇങ്ങനെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് സിസ്റ്റം എന്തിനാണ് ട്രൈ ചെയ്യുക? ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എങ്ങനെയാണ് വീണ്ടും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്ത് കണ്ടീഷനാണോ നമ്മൾ ചേഞ്ച് ചെയ്തത്, കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ എന്താണോ ചേഞ്ച് ചെയ്തത്, ആ ഒരു ചേഞ്ചിനെ ക്യാൻസൽ ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ആ സിസ്റ്റം അപ്പോൾ അവിടെ ചെയ്യും. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ Le-Chatelier's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. So, Le-Chatelier principle states that a change in any of the factors that determine the equilibrium conditions of a system will cause the system to change in such a manner so as to reduce or to counteract the effect of the change. Simply പറയുകയാണെന്നുണ്ടെങ്കിൽ, whenever there is any change in concentration, pressure or temperature of the system at equilibrium, the system will try to adjust in such a way so as to cancel the effect of that change. എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് പുതിയൊരു ഇക്വിലിബ്രിയം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ നോക്കാം. According to Le-Chatelier's principle, if we change concentration of reactants or products in an equilibrium, the system will try to reduce the effect of that change. റിയാക്റ്റൻ കോൺസെൻട്രേഷനും പ്രോഡക്റ്റ് കോൺസെൻട്രേഷനും ഒരുപോലെ ഇരിക്കുന്ന ഈക്വിലിബ്രിയം കണ്ടീഷനിൽ വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ സിസ്റ്റത്തിന് വീണ്ടും ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം എന്ത് ചെയ്യും? ഈ ഒരു കോൺസെൻട്രേഷൻ ചേഞ്ചിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ പെരുമാറും. ഇപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ ഇൻക്രീസ് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്താണ്? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ട് നിൽക്കും, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ലോ ആയിട്ട് നിൽക്കും. അപ്പോൾ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും തമ്മിലുള്ള ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം എന്ത് ചെയ്യും? ഈ റിയാക്റ്റൻറ്റിനെ കൺസ്യൂം ചെയ്യും. റിയാക്റ്റൻറ്റിനെ കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ റിയാക്റ്റൻറ്റിനെ എന്ത് ചെയ്യും? പ്രോഡക്റ്റായിട്ട് മാറ്റും. അതായത് ഇക്വിലിബ്രിയം ഫോർവേഡ് ഡിറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ എപ്പോൾ വരെയാണോ പ്രോഡക്റ്റ് റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻ ഈക്വൽ ആവുന്നത് അതുവരെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇനി പ്രോഡക്റ്റ് കോൺസെൻട്രേഷനാണ് നമ്മൾ കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെയും ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിട്ട് നിൽക്കും, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ലോ ആവും. അപ്പോൾ രണ്ടും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യും. അതായത് പ്രോഡക്റ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? റിയാക്റ്റൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എവിടേക്കാണ് റിയാക്ഷൻ നടക്കുന്നത്? ബാക്ക്വേർഡ് ഡിറക്ഷനിലേക്കാണ് റിയാക്ഷൻ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 2SO2 + O2 gives 2SO3. ഇതിൽ റിയാക്റ്റൻസ് ആയിട്ടുള്ള SO2 ആൻഡ് O2 ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ വീണ്ടും ഒരു ഇക്വിലിബ്രിയം എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റിയാക്റ്റൻസിനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇനി പ്രോഡക്റ്റ് ആയിട്ടുള്ള SO3യെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് അവിടെ കുറയും. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വീണ്ടും റിയാക്റ്റൻസിനെ പ്രോഡക്റ്റ് ആക്കിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അതായത് ഫോർവേഡ് റിയാക്ഷൻ തന്നെ നടക്കും. സോ റിയാക്റ്റൻ കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ, പ്രോഡക്റ്റ് കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ അമോണിയയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഹേബർ പ്രോസസ്സ്. ഇവിടെ അമോണിയയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ റിയാക്റ്റൻസ്, അതായത് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ, ഈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും.
അതല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അമോണിയ റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് രണ്ടാണെങ്കിലും ഫോർവേഡ് റിയാക്ഷൻ നടക്കും, പ്രോഡക്റ്റ് ഫോർമേഷൻ കൂടും. ഇനി സെക്കൻഡ് ഫാക്ടർ ടെമ്പറേച്ചർ ആണ്. സോ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട്, എൻഡോതേർമിക് പ്രോസസ്സ് ആൻഡ് എക്സോതേർമിക് പ്രോസസ്സ്. എൻഡോതേർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സറൗണ്ടിങ്സിൽ നിന്നും സിസ്റ്റം ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യും. എക്സോതേർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സറൗണ്ടിലേക്ക് ടെമ്പറേച്ചർ റിലീസ് ചെയ്യും. അക്കോർഡിംഗ് ടു ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ, നമ്മൾ ടെമ്പറേച്ചർ ഒരു ഇക്വിലിബ്രിയത്തിൽ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചർ ആ റിയാക്ഷൻ്റെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ടെമ്പറേച്ചറിനെ കൺസ്യൂം ചെയ്യും, അതായത് അബ്സോർബ് ചെയ്യും. അതായത് എൻഡോതെർമിക് പ്രോസസ്സാണ് അവിടെ നടക്കുക. സിസ്റ്റം അബ്സോർബ്സ് ഹീറ്റ് ടു ബാലൻസ് ദ ടെമ്പറേച്ചർ ചേഞ്ച്. ഇനി നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സറൗണ്ടിങ്സിൽ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ സിസ്റ്റം എന്തിനാണ് ശ്രമിക്കുക, സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചറിനെ കൂട്ടിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുക. അപ്പോൾ ടെമ്പറേച്ചർ റിലീസ് ചെയ്യും. സോ എക്സോതെർമിക് പ്രോസസ്സ്. എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും, എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഒരു റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്, N2 + 3H2 gives 2NH3. ഇവിടെ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു -92.38 kJ/mol ആണ്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് ഹീറ്റ് എനർജി റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് എനർജി റിലീസ് ചെയ്യുമ്പോൾ ആ സറൗണ്ടിങ്സിലെ ഹീറ്റ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ കുറയ്ക്കണം. വെരി ഹൈ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടുക എന്ന് പറയുമ്പോൾ NH3 ഡീകമ്പോസ് ചെയ്തിട്ട് എന്താവും, N2ഉം 3H2ഉം ആവും. അപ്പോൾ NH3യുടെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ NH3യുടെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ പറ്റില്ല, ലോ ടെമ്പറേച്ചർ വേണം. സോ സിസ്റ്റം എന്തിനാണ് ശ്രമിക്കുക, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുക. ലോ ടെമ്പറേച്ചറിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, N2ഉം 3H2ഉം കമ്പൈൻ ചെയ്തിട്ട് NH3 ഫോം ചെയ്യും. ഇനി തേർഡ് ഫാക്ടർ പ്രഷർ, എഫക്റ്റ് ഓഫ് പ്രഷർ ചേഞ്ച്. ഈ പ്രഷറിൻ്റെ കേസ് നമ്മൾ ഗേഷ്യസ് റിയാക്റ്റൻസിൻ്റെ കേസിൽ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, N2 ഗ്യാസ് + 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്. ഇവിടെ റിയാക്റ്റൻസ് നോക്കുമ്പോൾ N2 ആൻഡ് 3H2, അതായത് 1 വോളിയം ഓഫ് N2 3 വോളിയം ഓഫ് H2 ആണ് റിയാക്റ്റൻസ് ഉള്ളത്. നമ്പർ ഓഫ് മോൾസ് എടുക്കുകയാണെങ്കിൽ 1 മോളും 3 മോളും 4 മോൾസ് ഓഫ് റിയാക്റ്റൻസ് ഉണ്ട്. ദെൻ പ്രോഡക്റ്റ് നോക്കുമ്പോൾ 2 മോൾസ് ഓഫ് NH3 ആണ് ഉള്ളത്. അപ്പോൾ എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ. So according to Chatliers principle, increase in pressure favors the reaction in which number of moles decreases and vice versa. എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളത് അവിടേക്കാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത്. പ്രഷർ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം എന്തിനാണ് ശ്രമിക്കുക, പ്രഷർ കുറയ്ക്കാനാണ് ശ്രമിക്കുക. എങ്ങനെയാണ് പ്രഷർ കുറയ്ക്കുന്നത്, ബൈ ഷിഫ്റ്റിംഗ് ദ റിയാക്ഷൻ ഇൻ ടു ദ ഡിറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ്. കാരണം പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് കുറയുമ്പോൾ പ്രഷറും ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഇക്വിലിബ്രിയം എവിടേക്കാണ് നടക്കുന്നത്, ഫോർവേഡ് ഡിറക്ഷനിലേക്കാണ് നടക്കുന്നത്. റിയാക്റ്റൻ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ പ്രഷറും ഡിക്രീസ് ചെയ്യും. പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രഷറിനെ കൂട്ടാനാണ് സിസ്റ്റം ശ്രമിക്കുക. പ്രഷറിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂട്ടണം. അപ്പോൾ റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കാണ് നടക്കുക. ഇഫ് ദ വോളിയം ഓഫ് ദ റിയാക്ഷൻ മിക്സ്ചർ ഈസ് ഹാഫ്ഡ്, ദ കോൺസെൻട്രേഷൻ ആൻഡ് പാർഷ്യൽ പ്രഷർ ബിക്കം ഡബിൾഡ്. കാരണം എന്താണ്, നമ്മളൊരു പിസ്റ്റൺ വെച്ച് ഇങ്ങനെ പ്രഷർ കൂട്ടിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വോളിയം ഡിക്രീസ് ചെയ്യും. വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വോളിയത്തിലുള്ള കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അതായത് 1 വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്നത്. ഇങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻ കൂടുതലായിരിക്കും. കൊളീഷൻ്റെ റേറ്റ് കൂടുമ്പോൾ തന്നെ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും കൂടും. അതുകൊണ്ട് തന്നെ പാർഷ്യൽ പ്രഷറും ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ റിയാക്ഷൻ ഷിഫ്റ്റഡ് ടു ദ ഡയറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ്. നെക്സ്റ്റ് ഈസ് എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ റോൾ നമുക്കറിയാം. കാറ്റലിസ്റ്റ് എന്താണ്, റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും.
Catalyst lowers activation energy of both forward and backward reaction by exactly the same amount. കാറ്റലിസ്റ്റ് യാതൊരു തരത്തിലുള്ള ചേഞ്ചും റിയാക്ഷനിൽ കൊണ്ടുവരില്ല. കോൺസെൻട്രേഷൻ മാറ്റിയ കോമ്പോസിഷൻ മാറ്റിയ ഒന്നും ചെയ്യില്ല. എക്സാമ്പിൾ കോണ്ടാക്ട് പ്രോസസ് മാനുഫാക്ചർ ഓഫ് അമോണിയ. ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വനേഡിയം പെൻഡോക്സൈഡ് ആണ്. അമോണിയയുടെ പ്രിപ്പറേഷൻ സമയത്ത് അയൺ ആണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ, എഫക്റ്റ് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബിളാണ്, ഇനാക്റ്റീവാണ്, റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് ആഡ് ചെയ്തതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിൽ വരാൻ പോകുന്നില്ല. അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡസ് നോട്ട് ചേഞ്ച് ദ പാർഷ്യൽ പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ഷൻ മിക്സ്ചർ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ ദ എഫക്ട്സ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓൺ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം. 2NO2 gas gives N2O4 gas. Delta H is equal to minus 57.2 kilojoule per mole. ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് എക്സോതേർമിക് റിയാക്ഷനാണ്. എക്സോതേർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ വെരി ഹൈ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ വെരി ഹൈ ആയി നിൽക്കുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഒരിക്കലും ഫേവർ ചെയ്യില്ല. കാരണം എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോതേർമിക് ആണ്. അപ്പോൾ വീണ്ടും ഹീറ്റ് എനർജി റിലീസ് ചെയ്യാൻ ഒരിക്കലും സിസ്റ്റം സമ്മതിക്കില്ല. സിസ്റ്റത്തിന് വേണ്ടത് എന്താണ്, ഹീറ്റ് എനർജിയെ റെഡ്യൂസ് ചെയ്യാണ് വേണ്ടത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷനാണ് ഫേവർ ചെയ്യുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡോതേർമിക് ആണ്. അപ്പോൾ ആ ഉള്ള ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്തിട്ട് ബാക്ക്വേർഡ് റിയാക്ഷനാണ് നടക്കുന്നത്. N2O4 ഡീകമ്പോസ് ചെയ്തിട്ട് NO2 ഫോം ചെയ്യും. ഇനി ഈ ഒരു റിയാക്ഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ഫോർവേഡ് ഡിറക്ഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എവിടേക്കാണോ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യുന്നത് അവിടേക്കാണ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CO പ്ലസ് 3H2 ഗിവ്സ് CH4 പ്ലസ് H2O. എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഇൻ ദ ഇക്വിലിബ്രിയം ഓൺ ദ ബേസിസ് ഓഫ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. Next one, state Le Chatelier's principle. Applying this principle to explain the effect of pressure in the following equilibrium. CO plus 3H2 gives CH4 plus H2O. Then second one, state Le Chatelier's principle. Then N2 plus O2 gives 2NO. What is the effect of pressure on the equilibrium? ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്ട്സും നോക്കുമ്പോൾ രണ്ടിലും എന്താണ്, N2 പ്ലസ് O2, 1 mole ഓഫ് N2 ആൻഡ് 1 mole ഓഫ് O2 റിയാക്ട്സ് ടു ഗിവ് 2 moles ഓഫ് NO. അപ്പോൾ രണ്ട് കേസിലും റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. ഇഫ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മോൾസ് ഓൺ ബോത്ത് സൈഡ്, ചേഞ്ച് ഇൻ പ്രഷർ വിൽ കോസ് എ ഷിഫ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ടു ഫോർവേഡ് ഡിറക്ഷൻ. പക്ഷേ ഇവിടെ യാതൊരു ചേഞ്ചും ഇല്ലാത്തതുകൊണ്ട് ഹിയർ ഇൻക്രീസ് ഇൻ പ്രഷർ വിൽ നോട്ട് കോസ് ദ ഇക്വിലിബ്രിയം ടു ഷിഫ്റ്റ്. അക്കോർഡിംഗ് ടു Le Chatelier's principle, here system try to reduce the pressure.